ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമുക്ക് എൻ്റെ ഒരു ഈവനിങ് സ്റ്റഡി റൊട്ടീൻ കാണാം. നമുക്ക് ക്ലാസ് കഴിയുന്നത് 4 ഒക്കെ ആകും. മോസ്റ്റ്ലി ഞാൻ ആ സമയം നമുക്ക് സ്നാക്സ് ടൈമാണ്. അപ്പോൾ ഞാൻ മെസ്സിൽ പോയാലും യൂഷ്വലി ഞാൻ തേഴ്സ്ഡേയ്സ് മാത്രമേ സ്നാക്സിന് പോകാറുള്ളൂ. കാരണം അന്ന് പാവ് ബജി കിട്ടും ഗൈസ്. പാവ് ബജി മാത്രമാണ് എനിക്കിവിടെ ഏറ്റവും ഫേവറേറ്റ് എൻ്റെ സ്നാക്സ് മെസ്സിലെ. അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മളൊരു 4:30 ആക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ റൂമിലെത്തും. 4:30 ടു ഓൾമോസ്റ്റ് 5:45 ഞാൻ ഉറങ്ങും. കാരണം എനിക്ക് ഉറങ്ങിയില്ലെങ്കിൽ രാത്രി പഠിക്കാനേ പറ്റില്ല. കാരണം ഞാനൊരു നൈറ്റ് ഔളാണ്. മോസ്റ്റ്ലി ഒരു 1 o'clock വരെയെങ്കിലും ഞാൻ പഠിക്കും. ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, നമുക്ക് പോസ്റ്റിംഗ് കൂടുതൽ പഠിക്കണം, ലൈക്ക് കേസ് പ്രസൻറ്റേഷൻ്റെതാണ്, ലൈക്ക് സെമിനാർ ചെയ്യണം. അല്ലാതെ റൊട്ടീനായിട്ട് പഠിക്കുന്ന ഡിഫറെൻ്റ് ആണ്. ലൈക്ക് കേസ് പ്രസൻറ്റേഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പഠിക്കുന്നത് വേറെ രീതിയായിരിക്കും. സോ ഈ പഠിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 6 o'clock ഒക്കെ ആവും. ഞാനൊരു ചിലപ്പോൾ ഗ്രീൻ ടീ ഇട്ട് കുടിക്കും. മോസ്റ്റ്ലി ഞാൻ ഗ്രീൻ ടീ ആണ് കുടിക്കാറ്. ഗ്രീൻ ടീ ഒക്കെ ഇട്ടിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് നാളെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മെഡിസിൻ പോസ്റ്റിംഗാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ പോസ്റ്റിങ്ങിൽ നാളെ എൻ്റെ പ്രസൻറ്റേഷനാണ് ഉള്ളത്. സോ ഞാൻ ഇപ്പോൾ വാർഡിൽ പോയി കേസ് എടുത്തിട്ട് വന്നേ ഉള്ളൂ. ഇനി ഞാൻ കേസ് എഴുതി ലൈക്ക് ഇപ്പോൾ ഞാൻ ജനറൽ എക്സാമിനേഷൻ നോക്കി പഠിച്ചുകൊണ്ടിരിക്കുക. മോസ്റ്റ്ലി ഞാൻ എങ്ങനെയാണ് പഠിക്കാറെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാൻ വീഡിയോ കാണും. മാരോ വീഡിയോസ്, അല്ലെങ്കിൽ ഈ എക്സാമിനേഷനൊക്കെ ചെയ്യുന്ന ഒരുപാട് പ്രൊഫസേഴ്സ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതെന്നെ മോസ്റ്റ്ലി ഞാൻ റിഫർ ചെയ്യാറ്. ഇല്ലെങ്കിൽ മാരോ വീഡിയോസും കാണും. പിന്നെ ഞാൻ ടെക്സ്റ്റ് ബുക്ക് റിഫർ ചെയ്യും. അപ്പം അത് നമുക്ക് മോസ്റ്റ്ലി എനിക്ക് എക്സാമിനേഷൻ പഠിക്കാൻ നമുക്ക് മോസ്റ്റ്ലി പറ്റുന്ന പോസ്റ്റിങ്ങിനാണ് ഗൈസ്. ഇതാരെങ്കിലും മെഡിക്കൽസ് കാണാൻ നമ്മൾ പോസ്റ്റിങ്ങിന് എത്രത്തോളം പഠിക്കുന്നോ അത്രയും നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ സാറുമാർ ഇപ്പോൾ നമ്മൾ എത്രത്തോളം പഠിച്ചാലും നമ്മൾ പോകുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് നമ്മൾ പഠിച്ചൊന്നും 1% പോലും ആയിട്ടില്ല എന്ന്. ആദ്യമൊക്കെ ഞാൻ കേസ് എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ഒന്നും ആദ്യം അറിയത്തില്ലായിരുന്നല്ലോ. പഠിക്കാൻ ഇച്ചിരി സമയമെടുത്തു. കാരണം ഇവിടെ വരുന്ന മോസ്റ്റ്ലി എല്ലാവരും ഫാർമേഴ്സ് അങ്ങനത്തെ ആൾക്കാരാണ്. സോ അവർക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങൾ നമ്മൾ കന്നഡയിൽ തന്നെ ചോദിക്കണം. അപ്പോൾ അവർക്ക് മനസ്സിലായി. ഇപ്പം ഞാൻ ഫസ്റ്റൊക്കെ പോയി കേസ് എടുക്കുമ്പോൾ അവർ തന്നെ എൻ്റെ അടുത്ത് ചോദിക്കും. അവരെന്നെ നോക്കി ചിരിച്ചിട്ടുണ്ട്. കാരണം അവർക്കൊന്നും മനസ്സിലാതെ നമ്മൾ എന്ത് കേസ് എടുത്തിട്ടും കാര്യമില്ല. ഇപ്പം എക്സാമിനായാലും എക്സ്റ്റേണൽസോ ഇൻറ്റേർണൽസ് വരുമ്പോൾ ഫസ്റ്റ് അവർ നമ്മുടെ അടുത്ത് ഹിസ്റ്ററി എടുക്കാൻ പറയും. ആ ഹിസ്റ്ററിയിൽ നമുക്ക് കന്നഡ അറിയത്തില്ല എങ്കിൽ അപ്പം തന്നെ നമുക്ക് 0 ഇട്ട് വയ്ക്കും. അതാണ് ഇവിടുത്തെ കുഴപ്പമെന്ന് വെച്ചാൽ. ഫസ്റ്റ്ലി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇവിടുത്തെ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ്. കാരണം ലാംഗ്വേജ് അറിയാൻ നമുക്ക് ഹിസ്റ്ററി എടുക്കാൻ പറ്റത്തില്ല ഗൈസ്. നമ്മളിപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് കാരണം മോസ്റ്റ്ലി ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഫാർമേഴ്സാണ്. സോ അവർക്ക് ലോക്കൽ ലാംഗ്വേജ് മാത്രമേ അറിയൂ. പിന്നെ ഹിന്ദി അറിയാം. പിന്നെ എനിക്ക് ഹിന്ദി അത്ര വശമില്ല. കാരണം എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു ഗൈസ്. എനിക്ക് ഹിന്ദിയോട് എന്താണെന്നറിയില്ല, പറയാൻ പാടില്ല. പക്ഷേ 8th സ്റ്റാൻഡേർഡ് ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ് ഹിന്ദി. ഞാൻ CBSE ആണ് പഠിച്ചത്. അന്നൊക്കെ എനിക്ക് ഭയങ്കര അറ്റ്മോസ്റ്റ് എനിക്ക് കുറച്ചൊക്കെ അറിയാമായിരുന്നു. പിന്നെ വന്നപ്പോൾ ഹിന്ദിയോട് എനിക്ക് പണ്ടേ വെറുപ്പായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന 4th സ്റ്റാൻഡേർഡോ 6th സ്റ്റാൻഡേർഡ് ഐ തിങ്ക് സോ. 6th സ്റ്റാൻഡേർഡിൽ നമുക്ക് ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് എന്ന് വെച്ചാൽ സയൻസ് ഓറിയൻറ്റഡ് ടെക്സ്റ്റ് ആയിരുന്നു. അതിലെനിക്കൊരു ചാപ്റ്റർ വന്നായിരുന്നു ഗൈസ്. ആ ചാപ്റ്ററിൽ ഫുള്ള് നമുക്ക് സയൻസ് റിലേറ്റഡ് ചാപ്റ്റർ ആയിരുന്നു. ലൈക്ക് RBC പ്രൊഡക്ഷൻ അങ്ങനത്തെ അതൊക്കെ ഹിന്ദിയിൽ. അതും എനിക്ക് സെമിനാർ കിട്ടിയ ടോപ്പിക്കായിരുന്നു. ഞാൻ എന്ത് കഷ്ടപ്പെട്ട ആ സെമിനാർ എടുത്തതെന്ന് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. കാരണം ആ പേജ് ഉണ്ടല്ലോ, RBC സെല്ലിൻ്റെയൊക്കെ പേജ് എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഗൈസ്. ഞാനൊരു ചേച്ചിയുടെ വീട്ടിൽ പോയി. ആ ചേച്ചിയുടെ പേര് ആദിമ എന്നായിരുന്നു. ആ ചേച്ചി പാവം എനിക്ക് വേണ്ടി ആ ടെക്സ്റ്റ് ഫുള്ള് വായിച്ച് എനിക്ക് ആ സെമിനാർ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം പറഞ്ഞു തന്നായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് ആ ഹിന്ദി ടീച്ചർ എന്ന് പറയണത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എനിക്ക് ആ ടീച്ചറിനെ കാണുമ്പോഴേ പേടിയോ എന്താണെന്നറിയില്ല. അങ്ങനെ പറഞ്ഞു തന്നായിരുന്നു ഗൈസ്. എന്നുവെച്ചാൽ നമുക്ക് ലോക്കൽ ലാംഗ്വേജ് കന്നഡ അറിഞ്ഞിരിക്കണം കേസ് ഹിസ്റ്ററി എടുക്കാനായിട്ട്. കാരണം നമുക്കിപ്പോൾ എക്സ്റ്റേണൽസും ഇൻറ്റേർണൽസും എക്സാമിന് വരുമ്പോൾ ഫസ്റ്റ് അവർ ചോദിക്കുക ഹിസ്റ്ററി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് പറയാൻ പറ്റില്ലല്ലോ എനിക്ക് സോറി കന്നഡ അറിയില്ല എന്ന്. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് അപ്പോൾ തന്നെ പോവും ഗൈസ്. അതാണ് പ്രശ്നം.
പറഞ്ഞാൽ കേട്ട് ബോറടിക്കുന്നുണ്ടോ ഗൈസ്? ഞാൻ കുറേ നേരം കൊണ്ട് വിളവാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ നാട്ടിലൊക്കെ വന്നിട്ട് ഓൾമോസ്റ്റ് 6 months ആയി ഗൈസ്. നാട്ടിലത്തെ വിശേഷമൊക്കെ എങ്ങനെയുണ്ട്? എൻ്റെ അടുത്ത് ഇവിടെ എല്ലാവരും ചോദിക്കുന്നത് കേരള ഈസ് എ ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്, ഗോഡ്സ് ഓൺ കൺട്രി. എനിക്ക് നമുക്കവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കാണണം. പക്ഷേ വന്ന് ഇപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലായാലും എല്ലായിടത്തും ന്യൂസാണല്ലോ ഡൗറി ഡെത്ത്. ഇത് കണ്ട് എല്ലാവരും ചോദിച്ചു തുടങ്ങി, കേരളത്തിലുള്ള ആൾക്കാരൊക്കെ എന്തോ പൈസ പിശാചുക്കളാണോ എന്ന്. കാരണം മോസ്റ്റ്ലി ഇപ്പോൾ മാരേജ് ഫോട്ടോസ് കണ്ടാലും എല്ലാവരും ഇതെന്തിനാ ഇത്രയും അടുക്കി സ്വർണ്ണം ഇടണത്? ഇത്ര സ്വർണ്ണമൊക്കെ ഇട്ട് ഇവരിങ്ങനെയാണ് പോണത്? ഇതിൻ്റെ ആവശ്യം ഉണ്ടോ? എന്തു പറയാനാ, നമ്മുടെ നാടിങ്ങനെയൊക്കെ ആയിപ്പോയി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കെൻ്റെ നാട് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഒക്ടോബറൊക്കെ ആകുമ്പോൾ ദീപാവലി ഹോളിഡേയ്സ് ആകുമല്ലോ, അപ്പോൾ പോകാമെന്നാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അറിയില്ല. ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമൊക്കെ ആയുള്ളൂ. സോ എനിക്ക് അധികമൊന്നും ഐഡിയ കിട്ടുന്നില്ല എന്തൊക്കെ ഇതാണ് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതെന്ന്. സോ നിങ്ങൾ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ എനിക്ക് ചെയ്യാമല്ലോ. സോ പ്ലീസ് കമൻറ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലോ ലൈക്ക് എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് വീഡിയോ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്കതൊരു ഹെൽപ്ഫുൾ ആയേനെ. ഇതിനിടയ്ക്ക് അറൗണ്ട് 8 o'clock ആയപ്പോൾ ഞാൻ ഡിന്നർ കഴിക്കാൻ പോയായിരുന്നു. ഇന്ന് നല്ല ഹെൽത്തി ഫുഡായിരുന്നു. ലൈക്ക് നമ്മുടെ കിഡ്നി പീസില്ലേ, അതും സ്പിനാച്ചും കൂടെ ഇട്ടിട്ടുള്ളൊരു പല്ലിയായിരുന്നു. അതേ സ്പിനാച്ചിനെ അവർ ബോയിൽ ചെയ്ത വാട്ടർ എടുത്തിട്ട് അവർ രസം ഉണ്ടാക്കും. ആ രസം, പിന്നെ കൊള്ളു സാമ്പാർ, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ റാഗി മുద్దയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ മുദ്ദയൊന്നും കഴിക്കാറില്ല. ഞാൻ ഒരിക്കൽ മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. അതിലൊരു പീസ് എടുത്തിട്ട് നമ്മൾ ആ സാമ്പാർ തരത്തില്ലേ, ആ സ്പിനാച്ച് ബോയിൽ ചെയ്ത വാട്ടർ കൊണ്ടുണ്ടാക്കിയ രസത്തിൽ അവർ ഡിപ്പ് ചെയ്തിട്ട് വിഴുങ്ങാൻ പറയും. ഞാനിത് കുറച്ചെടുത്തു, ഡിപ്പ് ചെയ്തു, വായിലിട്ടു. വിഴുങ്ങുന്നില്ല ഗൈസ്, കാരണം അതിൻ്റെ മേലെ ഒട്ടി പിടിച്ചിരിക്കുമായിരുന്നു. സോ അതിന് ശേഷം എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇരുന്ന് ഭയങ്കര ടേസ്റ്റോടെ കഴിക്കണ കാണാം. എനിക്ക് തോന്നുന്നു അവർ കുഞ്ഞിലേ മുതലേ അവരത് കഴിച്ച് അവർക്കത് ശീലമായി. കാരണം അവർക്ക് ഈ റാഗി മുദ്ദ ഇല്ലെന്ന് പറഞ്ഞാൽ അവർക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവില്ല. നമ്മുടെ മലയാളിക്ക് എങ്ങനെയാണോ റൈസ് പറ്റാത്തത്, അതുപോലെ തന്നെ ഇവർക്ക് റാഗി മുദ്ദ ഇല്ലെന്ന് പറഞ്ഞാൽ അവർക്ക് ഇച്ചിരി പാടാണ്. പക്ഷെ ഞാൻ ഒരു സത്യം പറയട്ടെ, ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നമ്മുടെ നാട്ടിലെ റൈസ് കഴിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ ഭയങ്കര സ്ലിമ്മായിട്ടുള്ള നല്ല തിന്നായിട്ടുള്ള റൈസാണ് കഴിക്കാൻ തരണേ. പക്ഷെ നമുക്ക് കേരള റൈസ് അവിടെ വെച്ചിരിക്കും. പക്ഷെ ഭയങ്കര എന്തോ പറയാൻ, നല്ല വീർത്തിരിക്കും. അതുപോലെ തന്നെ ഇറങ്ങാൻ പാടാണ്. ഇവർ തരുന്ന കറിയെല്ലാം എന്തുകൊണ്ടോ ഇവിടെ റൈസിൻ്റെ കൂടെ പോകുന്നുള്ളൂ. അങ്ങനെ പഠിച്ച് ഞാൻ ഒരു വഴിയായിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഇന്ന് ഭയങ്കര ടയർഡ്നെസ് തോന്നുന്നുണ്ട്. സോ നമുക്കൊരു ബ്രേക്ക് കുടിക്കാം. ബ്രേക്ക് എന്ന് പറയുമ്പോൾ ചായയാണല്ലോ മെയിൻ. ഞാൻ മര്യാദയ്ക്ക് കുടിക്കാതെ ഇരുന്ന എൻ്റെ റൂംമേറ്റ് ചായ ഇടുന്നുണ്ട്. സോ എനിക്ക് ഭയങ്കരമായിട്ട് ക്രേവിങ് വന്നു ചായ കുടിക്കാനായിട്ട്. അങ്ങനെ ചായ കുടിച്ച് ആത്മസംതൃപ്തി നേടുകയായിരുന്നു ഞാൻ. അങ്ങനെ എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. നൈറ്റിൽ ഞാൻ എൻ്റെ ഹെയറിൽ റോസ്മേരി വാട്ടറൊക്കെ സ്പ്രേ ചെയ്ത് മസാജ് ചെയ്തിട്ട് കിടന്നുറങ്ങാറ്. അതെൻ്റെ ഡെയിലി റൊട്ടീനാണ് ഗൈസ്. സോ ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ.